ഹലോ എവ്രിവൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിന്ന് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലെണ്ണ നല്ലോണം ചൂടായി വരട്ടെ. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അരച്ചാലും നല്ലതാണ്, ചതക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണെന്നുള്ളൂ. നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടണൊക്കെ അമർത്തണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നിറച്ചിട്ടോളൂ, നല്ല ആണ് കറിവേപ്പില. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തതിന് ശേഷം അത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീ കുറച്ച് വയ്ക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ് കിട്ടുന്നതാണ്. നല്ലപോലെ വഴറ്റി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. കരിഞ്ഞു പോവാതെ നോക്കണേ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നമുക്കതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇടുമ്പോൾ ഞാൻ ക്യാമറ ഒക്കെ ഓണാക്കാൻ മറന്നു കേട്ടോ, സോറി. നല്ലപോലെ ഒന്ന് തക്കാളിത്തെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നിടം വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഇത്തിരി നേരം വേവിച്ചെടുക്കാം കേട്ടോ. നമുക്കത് എന്തോന്നൊന്ന് നോക്കിയാലോ. അപ്പം ഇതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ 1 കിലോ കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ലപോലെ തക്കാളി മിശ്രിതം എല്ലാ കോവയ്ക്കയിലേക്കും ആകുന്ന പോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. അപ്പം നമുക്കിത് എത്രത്തോളം വെന്തിട്ടുണ്ടെന്നൊന്ന് നോക്കി നോക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതിയെ വേവിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. വെള്ളം ചേർക്കേണ്ട. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആവും. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നെയ്യിട്ടിട്ട് ഒന്നും കൂടി ഫ്രൈ പോലെ ആക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. ഇനി നമുക്കിതെല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്കിതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.